എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ട ഉപയോഗിച്ചാണ്. അതിനായിട്ട് ആദ്യം തന്നെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് 4ആയിട്ടോ 2ആയിട്ടോ എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു രീതിക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിനുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടി ഉപയോഗിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ മുളക് പൊടിയും നല്ലൊരു കളർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂണോളം തന്നെ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളം എടുത്തിരുന്നു. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം മാത്രമേ ബാക്കിയായിട്ട് വന്നിട്ടുള്ളൂ. ഒരല്പം തിക്കായിട്ടുള്ള കൂട്ടാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് കൂട്ട് ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിക്കാണ് കൂട്ട് വേണ്ടത്. ആ ഒരു മുട്ട കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണം. ആ ഒരു രീതിക്ക് വേണം കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട്. കൂട്ടിവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിന് റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നല്ലപോലെ തന്നെ ഈ ഒരു കൂട്ടിൽ കോട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. ആ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയത്. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് ആക്കാൻ വേണ്ടി മറക്കരുത്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. കുറച്ച് മുട്ടയും കുറച്ച് കടലപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് സവാള ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. രുചി ഒന്നും കൂടെ കൂടും ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതിപ്പോൾ നോക്കൂ, പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ കൂടെ സോസോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ തേങ്ങ ചട്നിയൊക്കെ വെച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.